ഞാൻ ചാലമോഹനൻ, ദ്രാവിഡ മുന്നേറ്റ പാർട്ടിയുടെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. അടിസ്ഥാന ജനതയുടെ രാഷ്ട്രീയ മുന്നേറ്റം എന്ന ആപ്തവാക്യമാണ് DMP എന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രധാന അടിത്തറ. ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഞാൻ മത്സരിക്കുന്നതിന് മുമ്പേ ഞാൻ തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ കഴിഞ്ഞ നിയമസഭയിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. ഞാൻ വർഷങ്ങളായി സാമൂഹിക രംഗത്തും മനുഷ്യാവകാശ രംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിക്കുന്ന ആളാണ്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തിരുവനന്തപുരം ജില്ലയിലും വിവിധ ചേരികളിൽ അടിസ്ഥാന ജനങ്ങൾ താമസിക്കുന്ന, അടിസ്ഥാന ജനങ്ങൾ പട്ടികജാതിക്കാർ മാത്രമല്ല, അടിസ്ഥാന ജനവിഭാഗം എല്ലാ ജനവിഭാഗങ്ങളും അവർക്ക് സ്വന്തമായി ഭൂമിയില്ലാതെ താമസിക്കുന്ന കോളനികളിൽ നാളിതുവരെ ഇവിടെ മാറി മാറി വന്ന രാഷ്ട്രീയ അധികാരം കിട്ടിയവർ, മുന്നണികൾ, MP-മാരുടെ ഫണ്ടുകൾ കൃത്യമായി ഇവിടുത്തെ ഏത് കോളനിയിലാണ് ചെലവഴിച്ചതെന്ന് ഒന്ന് ചൂണ്ടിക്കാണിക്കണം. ഇവിടുത്തെ ഏറ്റവും വലിയ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും വലിയ കോളനിയാണ് കാഞ്ഞിരമ്പാറ കോളനി. 18 ഏക്കർ 70 സെന്റ്. നമ്മുടെ തൈക്കാട് ശാന്തി കവാടമുണ്ടെങ്കിൽ അവിടെ ഒരു ശാന്തി തീരം 70 സെന്റ് ഉണ്ട്, പലർക്കും അറിയില്ല. ഈ അടിസ്ഥാന ജനവിഭാഗത്തിന് ഒരു നല്ല ശ്മശാനം വേറെയില്ല. ഇവിടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെയുള്ളതാണ് രാജാജി നഗർ എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന പഴയ ചെങ്കൽച്ചൂള. ആ ചെങ്കൽച്ചൂള 11.25 ഏക്കറാണ്. 2000-ഓളം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നു. അടിസ്ഥാന ജനവിഭാഗം താമസിക്കുന്ന അവിടെ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ ചെയ്തിട്ടില്ല. കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും MP-മാരും MLA-മാരും നിരന്തരം ആ കോളനിയിലെ ജനങ്ങളെ വോട്ടിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നു. അതൊരു സ്ഥിരം സംഭവമാണ്. അതുപോലെ നമ്മുടെ അറിയപ്പെടുന്ന മറ്റൊരു കോളനി, ഗുണ്ടുകാട് കോളനി. ആ കോളനി അവിടുത്തെ പാവപ്പെട്ടവരെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ കോളനിയിൽ ഒരു നല്ലൊരു ശതമാനം സ്ഥലം എടുത്തുകൊണ്ട് കേരളത്തിലെ 6 മേയർമാർക്ക് മേയേഴ്സ് ഭവൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ശക്തമായ സമരം ചെയ്തതിനെ തുടർന്ന്, ഇടപെടൽ നടത്തിയതിനെ തുടർന്ന് മേയേഴ്സ് ഭവൻ പിൻവാങ്ങി. തൊട്ടുതാഴെ കുന്നുകുഴിയിൽ സ്ലാട്ടർ ഹൗസ് ഉണ്ട്, അത് വെറുതെ കിടക്കുകയാണ്. അതെടുത്ത് മേയേഴ്സ് ഭവൻ ഉണ്ടാക്കാമായിരുന്നു. അതുപോലെ തിരുവനന്തപുരം ഈ കോർപ്പറേഷന്റെ പരിധിയിൽ നിരവധി കോളനികളുണ്ട്. ആ കോളനികളിലൊന്നും ഇതുവരെ MP ഫണ്ടോ MLA ഫണ്ടോ കൃത്യമായി ചെലവഴിച്ചു അവിടുത്തെ അടിസ്ഥാന ജനതയെ സാമൂഹ്യപരമായി, വിദ്യാഭ്യാസപരമായി, അവർക്ക് തൊഴിൽപരമായി അവർക്ക് എന്ത് നേടിക്കൊടുത്തു എന്നുള്ളത് ഇവിടുത്തെ ഭരണകൂടം ഇതുവരെ അതിന് പറയാൻ സാധിച്ചിട്ടില്ല. ഇവിടെ ഓരോ കാലത്തും ഇലക്ഷൻ വരുന്നു, ഇലക്ഷന് മുന്നണികളിൽ ഈ അടിസ്ഥാന ജനവിഭാഗത്തെ കൂടെ നിർത്തുന്നു. അല്ലാതെ ആ അടിസ്ഥാന ജനവിഭാഗം എവിടെ നിന്ന് വരുന്നു, അവരെവിടെ അന്തി ഉറങ്ങുന്നു, ആ സ്ഥലങ്ങൾ പോയി കാണാൻ പോലും ശ്രമിക്കുന്നില്ല. ഇവിടെ പല പ്രാവശ്യം ദേശീയ കമ്മീഷനുകൾ വരാറുണ്ട് ഈ ജനതയുടെ ആവശ്യങ്ങൾ നോക്കാൻ. പക്ഷെ കമ്മീഷൻ വരുന്നതോ ഗസ്റ്റ് ഹൗസുകളിലും കോവളം കൊട്ടാരത്തിലുമാണ്. ഈ ചേരികളിൽ ഇറങ്ങി കമ്മീഷൻ വരുന്നില്ല. അപ്പൊ കമ്മീഷനുകളെ അവിടെ എത്തിക്കണം. എന്നെപ്പോലുള്ളവർ പൊതുരംഗത്ത് മനുഷ്യാവകാശമായി നിന്ന് പ്രവർത്തിക്കുന്ന, സഹജീവിയോട് സ്നേഹമുള്ള എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകൻ ഇതുപോലെ പാർലമെന്റിൽ ഇത് ശബ്ദിക്കാൻ, അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ നിങ്ങൾ ഓരോരുത്തരും എന്നെപ്പോലുള്ളവരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല, എന്റെ നിറം നോക്കേണ്ട കാര്യമില്ല, എന്റെ സമ്പത്ത് നോക്കേണ്ട കാര്യമില്ല. ഞാനൊരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. എന്നെ നിങ്ങൾ ഈ തിരുവനന്തപുരം പാർലമെന്റിൽ എന്നെ പരിഗണിച്ച് എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. എന്നെപ്പോലുള്ള ശബ്ദിക്കുന്നവർ പാർലമെന്റിൽ ഉണ്ടാവണം. അതാണ് എന്റെ പ്രധാന ആവശ്യം. അതുപോയി ഇനി ആര് തന്നെ ഇവിടെ അധികാരത്തിൽ വരുന്നാലും ഈ കോളനികളുടെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കണം. നമ്മുടെ കോളനികളിലും നമ്മുടെ ഈ പട്ടികജാതി പിന്നാക്ക ജനവിഭാഗങ്ങൾ താമസിക്കുന്ന സങ്കേതങ്ങൾ ഇന്നും അടിച്ചമർത്തപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ അവിടെ യാതൊരു മാറ്റവും നാളെ വരെ ഉണ്ടായിട്ടില്ല. ഇനി പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യുന്ന തോന്നുന്നില്ല. ആ ഒരു അന്തരീക്ഷത്തിലാണ് എനിക്കും പാർലമെന്റിലേക്ക് ഈ ശബ്ദം ഒന്ന് പാർലമെന്റിൽ ഉയർത്തിപ്പിടിക്കണം. ഇന്ത്യയിലെ പൊതുസമൂഹം അറിയണം എന്ന് എന്റെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ മത്സരത്തിലേക്ക് പാർലമെന്റിൽ മത്സരിക്കുന്നതിന് വേണ്ടി എത്തിയത്. അത് ചെറുതോ വലുതോ എനിക്ക് പിന്തുണയോ എന്ന് ഞാൻ നോക്കുന്നില്ല. പക്ഷെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക എന്നതാണ് എന്റെ ഉദ്ദേശ ലക്ഷ്യം. അതിനുവേണ്ടി ഞാൻ എനിക്ക് കിട്ടുന്ന ചെറിയ സമ്പത്ത് കൊണ്ട് ഞാനൊരു തൊഴിൽ ചെയ്തിരിക്കുന്ന ആളാണ്. എന്റെ പൊതുപ്രവർത്തനം ഞാനൊരു തൊഴിൽ എന്നെ അറിയുന്നവർക്കറിയാം. ആ തൊഴിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത്. ഞാൻ ഇതുകൊണ്ട് ജീവിതം നടത്തുകയാണ് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. എല്ലാവർക്കും കാണുന്ന രീതിയിൽ സെക്രട്ടേറിയറ്റ് സമീപമാണ് ഞാൻ ഒരു ചെറിയ തട്ടുകട നടത്തി ജീവിക്കുന്നത്. അതാണ് എന്റെ ഉപജീവന മാർഗം. ആ തട്ടുകട, ചായത്തട്ട്
എന്റെ ഭാര്യയും ഞാനും അവിടെ നടത്തിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞാൻ സാമൂഹ്യ പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായും ആരും ഔദാര്യം ഇല്ലാതെ തന്നെ എന്നെ സഹായിക്കുന്നവരുണ്ട്. പക്ഷേ ആരുടെയും ഭീഷണിക്ക് വഴങ്ങുന്നതല്ല. ആ ഭീഷണിയൊന്നും ഞാൻ കേൾക്കുന്നതുമല്ല. ജനാധിപത്യ പ്രക്രിയയിൽ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു പൗരനല്ലേ, ഒരു പൗരബോധം എനിക്കുള്ളത് കൊണ്ട് ഭരണഘടനാപരമായി, ഇന്ത്യൻ ഭരണഘടനാപരമായി നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ എന്തൊക്കെയാണെന്നും, ഇത് അവകാശമാണ്, ഔദാര്യമല്ല, സഹായമല്ല, ആനുകൂല്യമല്ല, നമ്മുടെ അവകാശമാണ്. ആ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇനിയും ജനങ്ങൾക്ക് വേണ്ടി പൊതുസമൂഹത്തിൽ എന്റെ ശബ്ദം ഉയർന്നു തന്നെ കേൾക്കും. ദ്രാവിഡ മുന്നേറ്റ പാർട്ടിയുടെ, അതായത് DMP എന്ന മൂന്നക്ഷരത്തിൽ അറിയപ്പെടുന്ന, DMP എന്ന മൂന്നക്ഷരം അറിയപ്പെടുന്ന ദ്രാവിഡ മുന്നേറ്റ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നു. ഞാൻ 1-ാം തീയതി ഇതിന് നോമിനേഷൻ കൊടുക്കുന്നതിലേക്ക് കളക്ടറേറ്റിൽ പോകുന്നത്. നോമിനേഷൻ കഴിഞ്ഞ് കൊടുത്ത് അതിന്റെ സ്ക്രൂട്ടനിങ് കഴിയുമ്പോൾ ചിഹ്നം അനുവദിക്കും. എനിക്ക് ചിഹ്നം അനുവദിക്കുമ്പോൾ ഞാൻ വീണ്ടും ജനങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. എനിക്ക് വോട്ട് ചെയ്ത് നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം എനിക്ക് തന്നുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.